ചായ കുടിക്കാന് ഹൈവേന്റെ സൈഡിലൊരു തട്ടുകട കണ്ടു. അപ്പൊ അവിടെ നിർത്തി. ഇവിടെയാണ് തിരക്കുമില്ല, ഒന്നുമില്ല. പിന്നെ നല്ലൊരു സ്ഥലമാണ്, നല്ല പാടം കണ്ടില്ലേ, നല്ല അടിപൊളി പാടാണ്, നല്ല സൂപ്പർ സ്ഥലമാണ് കണ്ടില്ലേ, ചുറ്റില് നല്ല പാടാ. അപ്പൊ ഇവിടുന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. രണ്ട് ഉണ്ട പോലെ സാധനം, പിന്നെ ഒരു ചമ്മന്തിയും അത് ചട്ടണിയും, പിന്നെ ഇതാ ഇപ്പുറത്തൊരു ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ദോശ ഈ ചേച്ചിയാണ് ഇതിന്റെ ആള്. ഈ ചേച്ചിയാണ് ഇതിന്റെ ആള്. അത് കഴിച്ചു നോക്കട്ടെ എന്താ സ്ഥിതിയൊക്കെ ഒന്ന് അറിയാലോ. അത് വലിയ ലോറികൾ അതുപോലെ ട്രക്കുകളൊക്കെ വരുമ്പോൾ അതിന് ഗ്രീസ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹൈവേന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കാണാം. എന്താ ഇവരൊക്കെയാണ് അതിൻ്റെ ആളുകള്. ഇപ്പുറത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്, ഇങ്ങനെ സൈഡാക്കി നിർത്തിയാണ്ട് ഗ്രീസൊക്കെ ചെക്ക് ചെയ്ത് പോകാൻ പറ്റും. ഒരു വലിയൊരു നദിയാണ് കേട്ടോ അത്, പെന്ന റിവർ, അതാണ് ഇതിന്റെ പേര്. അപ്പുറത്ത് കണ്ടില്ലേ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം. ഇതാ അങ്ങനെ ദൂരെ വലിയ വലിയ കെട്ടിടങ്ങളായിട്ട് കാണാം. ഇത് വറ്റി വരണ്ട് കിടക്കാണ്, വെള്ളം തീരെ അല്ല, കണ്ടില്ലേ വറ്റി കിടക്കാണ് ഇപ്പോ. ഒരു പാലത്തിന്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, പെന്ന റിവറിന്റെ പാലാണിത്. നല്ല കാറ്റാണ് ഇവിടെ. ഇതൊക്കെ മഴക്കാലത്ത് എന്താ സ്ഥിതിയോ, ഇപ്പൊ തീരെ വെള്ളമല്ല. മഴയൊക്കെ പെയ്യുമ്പോ ചിലപ്പോ നല്ല വെള്ളം ഉണ്ടാവും. എന്താ കാറ്റ് അറിയോ. അതെ, എന്റെ വണ്ടീന്റെ അടുത്തേക്ക് ഒരു കുരങ്ങണ് വന്നിട്ട് ആകെ തപ്പി തെരയ. എന്താ അവന്റെ ഒക്കെ ഇത്, ആകെ ഞാനവിടെ നല്ലൊരു തണലുള്ള സ്ഥലത്ത് പിന്നെ അങ്ങനെ കണ്ടപ്പോ വെറുതെ ഒന്ന് വണ്ടി നിർത്തിയതാണ്. കുറച്ച് സമയം കഴിഞ്ഞേക്കിട്ട് ആ കുരങ്ങണ് വന്നു. കുരങ്ങ് വന്നിട്ട് ആകെ ചാടി കയറി, ആകെ നോക്കുക എന്തൊക്കെ തിന്നാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കിയതാണ്. പിന്നെണ്ട് ആകെ കയറുന്നു, കാലും കൂടെ ഒക്കെ തൂങ്ങുക. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് വേഗം പോകുന്നു അവിടുന്ന്. പോകുന്ന വഴിയില് കുറച്ച് ശബരിമലക്ക് പോയി തിരിച്ചു വരുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു. ഇവരൊക്കെ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളാണ്. ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കട്ടോ. ഈ ബസ്സിലാണ് അവര് വന്നത്. അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ്. ഇനി വേറെയും സ്ഥലങ്ങൾ ഇവർക്ക് കാണാണ്ടെന്ന് പറഞ്ഞു. കുറെ ആളുകളുണ്ട്, ഇവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഉണ്ടാക്കുകയാണ്. ചോറും പച്ചക്കറിയൊക്കെയാണ്. ഇവരെ ഗ്രൂപ്പ് പെട്ട തന്നെ വേറൊരു ബസ്സും കൂടി കിട്ടോ. ഇവര് മൊത്തത്തിൽ 40 ആളുണ്ട്, അവര് ബാക്കി അവരും. അങ്ങനെ ഒരു 19 ആൾക്കാരോളം ഉണ്ടാവും 2 ബസ്സിലായിട്ട്. എല്ലാ തീർത്ഥാടന കേന്ദ്രത്തിൽ കൂടി പോയിട്ടാണ് അവര് വരുന്നത്. കേരളത്തിലുള്ളതും അതുപോലെ തമിഴ്നാട്ടിലുള്ളതും പിന്നെ ഇവിടെ ആന്ധ്രയിൽ തന്നെ ഉള്ളതും. അങ്ങനെയൊക്കെയാണ് ഇവരെ ഒരു ട്രിപ്പ്. ഞാനിവരെ കൂട്ടത്തിൽ കൂടിയാണ്ട് ഭക്ഷണം കഴിക്കാൻ പോകട്ടെ. എൻ്റെ ചോറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചു. 2ാം പ്രാവശ്യം വാങ്ങിയതാ അത്. നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ. അപ്പൊ ഞാൻ 2ാം പ്രാവശ്യം വീണ്ടും വാങ്ങിയിട്ടുണ്ട്. ഇവരെ മറ്റവരൊക്കെ അവിടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ് സൈഡിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കണേ. ഇതല്ലേ കഴിച്ച ഏകദേശം ഒക്കെ തീരാനായിട്ടുണ്ട്. പക്ഷെ അടിപൊളി കേട്ടോ, ഭക്ഷണം സൂപ്പറാണ്. ഭക്ഷണം സൂപ്പറാണ്. പിന്നെ വേറൊരു എക്സ്പീരിയൻസും കുറെ സായിമാരൊപ്പം. വരുന്ന വഴിക്ക് ഇങ്ങനെ ചില സ്ത്രീകൾ ഇതിങ്ങനെ വിൽക്കണ കണ്ടു. പനങ്കള്ളാണോ ഇതാ, ഈ പനേന്റെ കള്ള് കണ്ടില്ലേ, ഇതങ്ങനെ വിൽക്കുകയാണ്. വില എത്ര? 60 രൂപയാണ് ഈ കുപ്പിക്ക്. 60 രൂപയാണ് എന്നാ പറഞ്ഞത്.
ആന്ധ്രേൻ്റെ ഒരു ടീ കുടിച്ചു നോക്കട്ടെ. ആന്ധ്ര ടീ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ചെറിയ ക്ലാസ് ആണ് കേട്ടോ. ഇതിലായിട്ട് ഞാൻ ചായ തന്നെ കുടിച്ചില്ല. ഞാൻ പൊതുവെ ചായ കുടിക്കാത്തതുകൊണ്ട് ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ചായ ഒന്ന് രുചിച്ച് നോക്കണല്ലോ എങ്ങനെ ഉണ്ടെന്ന്. നല്ല സ്ട്രോങ് ചായയാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ബൊപ്പുടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബൊപ്പുടി പെട്രോൾ പമ്പിലാണ് ഇന്നത്തെ സ്റ്റേ. വിജയവാഡ എത്ര എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കുറെ ഓടാണ്ട്. അപ്പൊ ഇന്നലെ തന്നെ രാത്രി ഒരുപാട് ഓടി. അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാണ്. ഇതാണ് പമ്പ്. അപ്പൊ ഞാൻ ഇവിടെ ടെന്റ് അടിക്കണമെന്നാ വിചാരിച്ചത്. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ റൂമിന്റെ ഉള്ളിൽ കടന്നു പറഞ്ഞു. ഇത് ഇവിടെ കടന്നു പറഞ്ഞു. അപ്പൊ എന്റെ ബാഗ് സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചു. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇനി ഇവിടെ കടക്കാൻ തീരുമാനിച്ചു. വണ്ടി ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട് വണ്ടി. പ്രശ്നമൊന്നുമില്ല. ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമുണ്ട്. നല്ല വലിയൊരു പിന്നെ ഇതാണ്, പമ്പാണ്. HP-ൻ്റെ പമ്പാണ്. നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്.